എൻ്റെ പൊന്നോ എന്തൊരു മടി എന്ന് പറഞ്ഞാൽ ഇതാണ് മടി. എത്ര കാലമായി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കുവൈത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പറയാനുള്ളതെല്ലാം ഈ ഒരു ഇതിലുണ്ടാവുമല്ലോ. അങ്ങനെ എയർപോർട്ടിൽ എത്തി. ഇവിടെ നമുക്ക് നമ്മളുടെ എമിഗ്രേഷൻ ഇതൊക്കെ കഴിയണ വരെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഇക്കിങ് ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ട് ഞങ്ങൾ കയറി. പിന്നെ എനിക്ക് ലാസ്റ്റ് 8 മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ കയറി. പിന്നെ അവിടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പിന്നെ ഫ്ലൈറ്റ് എത്തി. മോന് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോണത് അവനക്ക് കൂടുതൽ മിസ് ചെയ്തിരുന്നത് നമ്മുടെ നാടും ഇത് പുറത്തുള്ളതൊക്കെയായിരുന്നു മിസ് ചെയ്തിരുന്നത്. അങ്ങനെ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറി സീറ്റ് തപ്പിയിട്ട് നമുക്ക് പ്രഗ്നൻസിയിൽ ലാസ്റ്റ് സ്റ്റേജ് ആയ കാരണം നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ ഇതാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. കാരണം ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ഇതിൻ്റെ. അപ്പോൾ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ ഇത് ഫ്ലൈറ്റ് പോകുന്നതെന്ന് വെച്ചാൽ പൊങ്ങണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നെ എന്താണ് ഫുഡൊക്കെ ഉള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ നോമ്പുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ട് നോമ്പൊക്കെ എയർപോർട്ടിൽ നിന്ന് തുറന്നതിന് ശേഷമാണ് ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോൾ അതിന് മാത്രം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കയറി കുറച്ച് കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് വന്ന്. ഫുഡ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളറിലൊരു ചിക്കനായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇഷ്ടമായി. പക്ഷെ മോനക്ക് അങ്ങനത്തെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടമായില്ല. അപ്പോൾ പറയുകയാണ് ഇഷ്ടമായി പച്ച ഇഷ്ടമായില്ല എന്ന് പറയാം. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുറത്ത് വിളിച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ വിശ്രമിച്ച്. മോന് ഉറങ്ങി. ഞാൻ പിന്നെ ഉറങ്ങുകയൊന്നും ചെയ്തില്ല. എനിക്ക് ഉറക്കം കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായി. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച്. എൻ്റെ പൊന്നോ അതിൻ്റെ ലഗേജും നോക്ക്. കാരണം കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒക്കെ അതിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്തേക്കുക. അത് കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റി. പിന്നെ മോന് അവിടെ ആനനെ കണ്ടപ്പോൾ ഭയങ്കര ആനിമൽ സ്നേഹിയാണല്ലോ. അപ്പോൾ ആനനെ കണ്ടപ്പോൾ അവിടെ പോയിട്ട് ഇതാക്കാണ്. അതിൻ്റെ കയറ് വലിക്കാനുള്ളതൊക്കെ വലിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെ വിളിക്കാൻ വരാനുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്ന്. അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറി. പിന്നെ ഞങ്ങളൊരു കുറച്ച് അവിടെ നിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് അപ്പോൾ വീട്ടിലെത്തി. അത്രേ ഉള്ളൂ. ബൈ.